ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എററുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സെക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എററുകൾ, അതുപോലെ തന്നെ കിച്ചൺ മാർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എറർ, അതുപോലെ മൂന്നാമത്തത് അർബൻ ഫോറസ്റ്റിയുടെ ലെയർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ലെവലും ആവറേജ് ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് അതിന്റെ എററുകൾ എന്തൊക്കെയാന്നുള്ളത്, നോർമലി എല്ലാവർക്കും വരുന്ന എററുകൾ ഈ ഒരു ലൈന്, ഈ രണ്ട് ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാത്തത് കൊണ്ട് വരുന്ന എററുകൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ബ്ലോക്ക് 1 അല്ലെങ്കിൽ ബ്ലോക്ക് 2 എന്തോ റൂഫ് ലെവൽ ആൻഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഷുഡ് ബി 0. ഇതാണ് ഒരു എറർ. രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത് പ്ലീസ് ഡിഫൈൻ ദ ലൈൻ ഇൻ ലെയർ, അതാണ് സെക്കൻഡ് എറർ വരുന്നത്. തേർഡ് വൺ ബിൽഡിംഗ് ഹൈറ്റ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ പ്ലാൻ. ഈ മൂന്ന് എററുകളാണ് നോർമലി എല്ലാവർക്കും വരുന്ന എറർ. ഈ മൂന്ന് എറർ മാറ്റണമെങ്കിൽ ആദ്യം തന്നെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്താ എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഹൈറ്റ് പലർക്കും സംശയമുണ്ട്, എങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എടുക്കേണ്ടത്, എവിടെയാണ് റൂഫ് ലെവൽ മാർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്യേണ്ടത്, ഇതുപോലെയുള്ള സംശയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്താണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, എങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എടുക്കുന്നത്, എങ്ങനെയാണ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ആവറേജ് പ്രൊപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിനനുസരിച്ച്, ബിൽഡിങ്ങിന്റെ റൂഫിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം റൂഫ് ലെവൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റൂഫിനനുസരിച്ചാണ് റൂഫിന്റെ ടോപ്പ് ലെവൽ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതില് ഒന്നാമത്തെ പോയിന്റ് പറയുന്നുണ്ട്, ഇൻ ദ കേസ് ഓഫ് ഫ്ലാറ്റ് റൂഫ് ദ ഹൈറ്റ് ഓഫ് പോയിന്റ് ഓഫ് ദ ഫ്ലാറ്റ് റൂഫ് ആയിരിക്കും, ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് ദ ഫ്ലാറ്റ് റൂഫ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ടോപ്പ് ലെവലായിട്ട് എടുക്കേണ്ടത്, റൂഫ് ലെവലായിട്ട് എടുക്കേണ്ടത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇതൊരു സെമി ഫാമിലി ഡ്വെല്ലിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ആവറേജ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ തന്നെ ഇതൊരു ഫ്ലാറ്റ് റൂഫ് ആയതുകൊണ്ട് തന്നെ ഈ റൂഫിന്റെ ടോപ്പ് ലെവലായിരിക്കണം നമ്മൾ ഇതിന്റെ റൂഫ് ലെവലായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈ ഒരു കേസിൽ എടുക്കുമ്പോൾ 6.67 എന്നുള്ളതാണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് വരിക. ഓക്കെ, ഇനി ഇതിന്റെ ഇൻ ദ കേസ് ഓഫ് പിച്ച്ഡ് റൂഫ്, അതായത് സ്ലോപ്പ് ഉള്ള റൂഫ് ആണെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടത്, ടു ദ മിഡ് പോയിന്റ് ബിറ്റ്വീൻ ദ ഈവ്സ് ആണ് എടുക്കേണ്ടത്. അതായത് ഈവ്സും റിഡ്ജും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന്റെ പകുതിയിൽ നിന്നാണ് നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. വീണ്ടും നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് പോവാം. ഇതില് ജസ്റ്റ് ഒരു റൂഫ് വരയ്ക്കുകയാണ്, ഒരു സ്ലോപ്പ് റൂഫ് കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ലോപ്പ് റൂഫ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈവ്സ് എന്ന് പറയുന്നത് ഈ ബോട്ടം പോർഷൻ ആണ്. ഈ സ്ലോപ്പിന്റെ ബോട്ടം പോർഷനെയാണ് ഈവ്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ ജസ്റ്റ് പറയുന്നതിന് വേണ്ടി മാത്രം വരച്ചതാണ്. ഇതാണ് ഇതിന്റെ ബോട്ടം പോർഷൻ വരുന്നത്, ഈ ലൈന്. അതേപോലെ തന്നെ ഇതിന്റെ റിഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഹൈറ്റ് എടുക്കുമ്പോൾ ഈ ഒരു ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലൈനിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് റിഡ്ജിന്റെയും ഈവ്സിന്റെയും ഇടയ്ക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ ആവറേജ് ഗ്രൗണ്ട് ലെവലും, അലൈൻ ഡയമെൻഷൻ എടുത്തുകൊണ്ടാണ് ലീനിയർ ഡയമെൻഷൻ എടുക്കുക, മിഡ് പോയിന്റും ഇതും. അപ്പൊ ഇത് ഞാൻ സ്ലോപ്പ് റൂഫ് ആയിട്ടാണ് ഈ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഈവ്സും റിഡ്ജും ഇടയിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന്റെ ഹാഫിൽ നിന്ന് ആവറേജ് ഗ്രൗണ്ട് ലെവലിലേക്ക് എടുക്കുന്നതായിരിക്കും ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഇതിന്റെ ഓരോ ബിൽഡിങ്ങിന്റെയും റൂഫിംഗ് സ്ട്രക്ചർ അനുസരിച്ച് ഇതിന് വേരിയേഷൻ വരും. ഇനി ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗില് പിന്നെ അടുത്തത് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഡോംബ് റൂഫ്, ഇപ്പൊ പള്ളികള് അങ്ങനെയുള്ളതിലൊക്കെ ഡോംബ് റൂഫ് കൊടുക്കാറുണ്ട്. ഡോംബ് റൂഫ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ഹയസ്റ്റ് പോയിന്റ്, ഡോമിന്റെ ഹയസ്റ്റ് പോയിന്റ് തന്നെയായിരിക്കും ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണക്കാക്കുമ്പോൾ റൂഫ് ലെവലായിട്ട് എടുക്കേണ്ടത്. ഇനി ചില കാര്യങ്ങൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട, പ്രൊവൈഡഡ് ദാറ്റ് ഏതൊക്കെയാണ്, ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്
ലൈക്ക് എന്തൊക്കെയാണ്, സ്റ്റെയർ കേസിന് വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് ക്യാബിൻ, എല്ലാവരുടെയും ഡൗട്ടാണ് സ്റ്റെയർ കേസ് ക്യാബിൻ നമ്മുടെ റൂഫ് ഹൈറ്റ് എടുക്കുമ്പോൾ എടുക്കണോ എന്നുള്ളത്. ഒരിക്കലും വേണ്ട. സ്റ്റെയർ കേസ്, അതായത് ആ സ്റ്റെയറിന് വേണ്ടി മാത്രം, അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസ് ക്യാബിനുകൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സ്റ്റെയർ കേസിന്റെ ടവർ കൺസിഡർ ചെയ്യേണ്ട, ഓവർ ഹെഡ് ടാങ്കുകൾ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട, എയർ കണ്ടീഷനിങ് റൂമുകൾ, ലിഫ്റ്റ് റൂമുകൾ, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, ടവർ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാബിൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ ടവേഴ്സിനോ അങ്ങനത്തെ ഉള്ള അതിന്റെ ക്യാബിൻസ്, ചിമ്മിനീസ്, അല്ലെങ്കിൽ ഒരു ഹെലിപാഡ് വരികയാണ്, അല്ലെങ്കിൽ ഓപ്പൺ സ്വിമ്മിംഗ് പൂൾ വരികയാണ്, പാരപ്പറ്റ് ഒന്നും നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനൊരു ടേം കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ടോപ്പ് ലെവൽ പറഞ്ഞു, അതായത് എങ്ങനെയാണ് റൂഫ് ലെവൽ എന്നുള്ളത് ക്ലിയർ ആയി. ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ ഫ്ലാറ്റ് റൂഫിന്റെ ടോപ്പ് ലെവൽ വരും. പിച്ച്ഡ് റൂഫ് ആണെങ്കിൽ ഈവ്സിന്റെയും റിഡ്ജിന്റെയും മിഡ് പോയിന്റിൽ നിന്നായിരിക്കും മിഡ് പോയിന്റ് ആയിരിക്കും നമ്മൾ റൂഫ് ടോപ്പ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡോംസ് ഉള്ളതാണെങ്കിൽ ടോപ്പ് പോയിന്റ് തന്നെ എടുക്കണം. ഓക്കെ, ഇനി ആവറേജ് ഗ്രൗണ്ട് ലെവൽ എന്നുള്ളത്, ആവറേജ് പ്രൊപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവൽ എന്നുള്ളതാണ് നമ്മൾ ബോട്ടം എടുക്കേണ്ടത്. അതും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് ഇപ്പം ഈ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരൊറ്റ ഗ്രൗണ്ട് ലെവലേ ഉള്ളൂ. ചില കേസിൽ ഈ ബിൽഡിങ്ങിന്റെ ഇവിടെയാണ് റോഡ് വരുന്നത്. റോഡ് സ്ട്രീറ്റ് ലെവൽ കുറച്ച് പൊങ്ങിയിട്ടാണ്. ഇത് വീട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഗ്രൗണ്ട് ലെവൽ ഉണ്ട്. ഇതൊരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്, ഇതും ഒരു ഗ്രൗണ്ട് ലെവൽ ഉണ്ട്. അങ്ങനെ 2 ഗ്രൗണ്ട് ലെവൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 ഗ്രൗണ്ട് ലെവലിന്റെയും ആവറേജ് ആണ് ഞാൻ എന്തായിട്ട് എടുക്കേണ്ടത്? എന്റെ ആവറേജ് ഗ്രൗണ്ട് ലെവലായിട്ട് എടുക്കേണ്ടത് ഈ 2, അതായത് ഏറ്റവും സ്മോളസ്റ്റും ഏറ്റവും ഹയസ്റ്റും പോയിന്റ്സ് ഏതൊക്കെയാണോ ഉള്ളത് അതിന്റെ ആവറേജ് ഹൈറ്റ് ആണ് ഞാൻ എന്തായിട്ട് എടുക്കേണ്ടത്? എന്റെ ഗ്രൗണ്ട് ലെവലായിട്ട് എടുക്കേണ്ടത്. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. For arriving at the average proposed ground level, the average of the lowest proposed ground level and the highest proposed ground level to the building shall be taken. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ തട്ടുകളായി കിടക്കുന്ന പ്ലോട്ടുകൾ ഉണ്ടാവും, അതിലൊക്കെ ഗ്രൗണ്ട് ലെവൽ എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. ഇപ്പൊ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുമ്പോൾ ഈ എററുകൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിപ്പം ഇത് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാനിത് സ്ക്രൂട്ടിനി ചെയ്യുകയാണ്. സ്ക്രൂട്ടിനി ചെയ്യുമ്പോൾ കാണുന്ന എറർ എന്താണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. സബ്മിറ്റ് ചെയ്തു, ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, പറഞ്ഞിട്ട് വന്നു. എറർ എന്ന് പറയുന്നത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. പ്ലീസ് ഡിഫൈൻ ദ ലൈൻ ഇൻ ലെയർ ബ്ലോക്ക് 1 ആവറേജ് ഗ്രൗണ്ട് ലെവൽ. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ബിൽഡിംഗ് ഹൈറ്റ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ പ്ലാൻ. ആദ്യത്തെ എറർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എറർ ഓട്ടോമാറ്റിക്കലി പോകും. കാരണം ഇവിടെ ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഞാൻ മാർക്ക് ചെയ്തത് തെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗ്രൗണ്ട് ലെവലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എന്തായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് എ പോളിലൈൻ. പോളിലൈൻ ആണത്. പോളിലൈൻ ആയിട്ടല്ല, പോളിലൈൻ യൂസ് ചെയ്തിട്ടല്ല നമ്മൾ ഒരിക്കലും ആവറേജ് ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും വരയ്ക്കേണ്ടത്. അത് നോർമൽ ലൈൻ വെച്ചാണ് വരയ്ക്കേണ്ടത്. ഇനി ടോപ്പത്തേന് പ്രശ്നമില്ല. കാരണം എന്താ? അത് ഞാൻ ലൈൻ യൂസ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, പ്രോപ്പർട്ടീസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇത് കാണാം, ലൈൻ എന്നുള്ളതാണ് ആ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാണ്. ഇത് ഞാൻ മാറ്റി, ഇത് ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് വെക്കാൻ, എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മൂവ് ചെയ്ത് വെച്ച് ഈ റൂഫ് ലെവൽ തന്നെ ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിട്ട് റൂഫ് ലെവൽ തന്നെ ഞാൻ ആവറേജ് ഗ്രൗണ്ട് ലെവലായിട്ട് കോപ്പി ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ആവറേജ് ഗ്രൗണ്ട് ലെവലിന്റെ ലെയർ അപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്ക് എറർ മാറുമോ നോക്കാം. ഇപ്പൊ ഇതും നോക്കി നോക്കൂ, ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലൈൻ ആയിട്ടാണ് കാണുന്നത്, ഇതും ലൈൻ ആയിട്ടാണ്, 2 ലൈനുകളാണ്. അപ്പൊ ഞാൻ ഇത് വീണ്ടും സേവ് ചെയ്യാണ്. നമുക്ക് എറർ മാറുമോ നോക്കാം. സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. വീണ്ടും നമുക്കൊന്ന് സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് ആ ഫയൽ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. റിജക്റ്റഡ് എന്ന് പറഞ്ഞു. നമുക്ക് റീസൺ നോക്കാം. കാരണം ഇതിൽ ഞാൻ ഒരു എറർ കൂടി വരുത്തിയിട്ടാണ് ഞാനത് സേവ് ചെയ്തിരിക്കുന്നത്.
താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു എറർ, സ്ലോപ്പ് ഓഫ് ബ്ലോക്ക് 1 റൂഫ് ലെവൽ ആൻഡ് ബ്ലോക്ക് 1 ആവറേജ് ഗ്രൗണ്ട് ലെവൽ ഷുഡ് ബി 0. ഇതിന്റെ അർത്ഥം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വരച്ച ലൈന് 0 ഡിഗ്രിയിലല്ല, അതായത് സ്ട്രെയിറ്റ് ലൈൻ അല്ല ഞാൻ വരച്ചിരിക്കുന്നത്, ഞാനത് ചെരിച്ചാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഡ്രോയിങ്ങിലേക്ക് പോയി നോക്കാം. ഡ്രോയിങ്ങിലേക്ക് ചെല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. നോക്കൂ, ഞാനിത് ഇതിന്റെ ഈ ഒരു ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ആംഗിളിലാണ് ഇരിക്കുന്നത്. നോക്കി ഇവിടെ നിന്ന് വരുമ്പോ ഇവിടെ ടച്ച് ചെയ്ത് തുടങ്ങിയ സാധനം ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ആംഗിളിലാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചെറിയൊരു സ്ലോപ്പിലാണ് ഇതിരിക്കുന്നത്. പ്രിസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സോ ഇത് സ്ട്രെയിറ്റ് ആക്കി വരച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അപ്പൊ ഞാനിത് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഇപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇത് തന്നെയാണല്ലോ ഞാൻ നേരത്തെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചത്. അപ്പൊ സെയിം അളവ് ഇവിടെയും കാണും, ആ സ്ലോപ്പ് ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതും ക്ലിയർ ചെയ്യാണ്. ഇതും ഞാൻ ഇതേപോലെ ക്ലിയർ ചെയ്തു. ഇനി നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇനി എറർ ഒന്നും കാണില്ല. ക്ലോസ്. ഇപ്പൊ നോക്കൂ, ബിൽഡിംഗ് പ്ലാൻ എഡിസിയ സ്ക്രൂട്ടിനി ഈസ് അക്സെപ്റ്റഡ്. നമ്മുടെ എററുകളെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഈ 3 എററുകളാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് മാർക്ക് ചെയ്യുന്നതിൽ വരുന്നത്. ഒന്ന് സ്ലോപ്പ്, 2 പോളിലൈന് വെച്ച് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന എറർ, മൂന്നാമത്തത് ഈ 2 എററും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ എറർ മാറും. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ട് വരുന്നൊരു കോമൺലി വരുന്ന ഒരു എററാണ് ഇനി അടുത്തത് പറയുന്നത്. അതായത് നമ്മൾ കിച്ചൺ മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു കിച്ചൺ എടുക്കുന്ന സമയത്ത് ഇവിടെ 2 കിച്ചൺ ഉണ്ട്. ഫസ്റ്റ് കിച്ചണും ഉണ്ട്, സെക്കൻഡ് കിച്ചണും ഉണ്ട്. അതായത് ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയും, ഒരു ഫയർ കിച്ചൺ പോലെ 2 എണ്ണുണ്ട്. ഇങ്ങനെ 2 എണ്ണം വരുന്ന കേസിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ലെയർ ഒന്ന് ആദ്യം നോക്കാം. ലെയർ നോക്കിക്കഴിഞ്ഞാൽ കിച്ചൺ മാർക്ക് ചെയ്യാനുള്ള ലെയർ എന്ന് പറയുന്നത് 15th ലെയർ ആണ് വരുന്നത്. പ്ലാനിൽ മാർക്ക് ചെയ്യുന്നതിൽ 15th ലെയർ. കിച്ചൺ യൂണിറ്റ് ഇൻ ദ പ്രൊപ്പോസ്ഡ് ഓർ റെഗുലറൈസേഷൻ ഓർ എക്സിസ്റ്റിംഗ് കൺസ്ട്രക്ഷൻ മാർക്ക് ചെയ്യാനുള്ള ലെയേഴ്സ് ആണിത്. ഈച്ച് കിച്ചൺ ഏരിയ എൻക്ലോസ് ടു ബി ഡ്രോൺ ആസ് ക്ലോസ്ഡ് പോളിഗൺ ഇൻ ബിൽഡിംഗ് പ്ലാൻ യൂസിംഗ് പോളിലൈൻ പോളിഗൺ ഫീച്ചേഴ്സ് ഇൻ ലെയർ കൊടുത്തിട്ടുണ്ട് ഇൻ ഇൻഡെക്സ് കളർ 25. ഓക്കെ, അപ്പൊ ഇതില് ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്ലോക്ക് 1 ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കിച്ചൺ ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്തു. അതായത് ഒരു ഫാമിലിക്കുള്ള അല്ലെങ്കിൽ സിംഗിൾ ഫാമിലി എന്നുള്ള രീതിയിലാണ് ഈ 1 എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഒരു നിലയിൽ തന്നെ, അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഒക്യുപ്പൻസി വരുന്നുണ്ട്. അതായത് ഡ്വെല്ലിംഗ് യൂണിറ്റ് ആണ്. 2 എണ്ണം വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ സെക്കൻഡ് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ വർക്ക് ഏരിയയും കിച്ചണും 2 യൂണിറ്റ് ആയിട്ട് കൊടുക്കരുത്. അങ്ങനെ 2 യൂണിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന എററാണ് ഇത്. അതായത് ഡ്വെൽ സിംഗിൾ ഫാമിലി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് മാറും. ശരിക്ക് അത് സിംഗിൾ ഫാമിലി ഡ്വെല്ലിംഗ് യൂണിറ്റ് ആയിരുന്നു. കിച്ചൺ 2 ആയിട്ട് മാർക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ജസ്റ്റ് ഒന്ന് അത് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഞാൻ ഒരു കിച്ചൺ മാർക്ക് ചെയ്തു. ഞാനിപ്പോ ഫസ്റ്റ് ഞാൻ ഇതാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു കിച്ചൺ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കോളൂ, ബ്ലോക്ക് 1 ഫ്ലോർ 0 യൂണിറ്റ് FA1 എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതേപോലെ ഇതില് ഫ്ലോർ 0 ബ്ലോക്ക് 1 E2 വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒരു പോളി ലൈൻ വരച്ചു. റെക്ടാംഗിൾ ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ റെക്ടാംഗിൾ ഷേപ്പിൽ തന്നെ അങ്ങ് വരയ്ക്കുകയാണ്. റെക്ടാംഗിൾ വരച്ചു. ഇതിൽ ഞാൻ ഇവിടെ പോയി മാച്ച് പ്രോപ്പർട്ടി അടിച്ചു. ബ്ലോക്ക് 1 ഫ്ലോർ 0 സെക്കൻഡ് എടുത്ത് സെക്കൻഡ് കിച്ചൺ ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പം രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 ഫ്ലോർ 0 യൂണിറ്റ് FAയും വന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 ഫ്ലോർ 0 യൂണിറ്റ് FA2 വന്നിട്ടുണ്ട്.
നമുക്ക് ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ സ്ക്രൂട്ടിനി പാസ്സായ റിപ്പോർട്ട് ഒന്ന് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ ആദ്യം വരച്ചത് കറക്റ്റ് ആയിട്ടായിരുന്നു വരച്ചിരുന്നത്. ജസ്റ്റ് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് ഏരിയ ആൻഡ് ഒക്യുപ്പൻസിയിൽ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് സിംഗിൾ ഫാമിലി ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ സെയിം പ്രോജക്റ്റിലാണ് ഞാനിത് രണ്ടെണ്ണായി കൊടുത്തത്. അതായത് എറർ വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്, രണ്ടായിട്ട് കൊടുക്കരുത്. ഞാൻ എന്റെ അതായത് ആ ഡ്രോയിങ് ചെയ്യുന്ന വീഡിയോയിൽ ഇങ്ങനെ രണ്ടായിട്ട് കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്നിട്ട് അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാമിലി ഡ്വെല്ലിംഗ് യൂണിറ്റ് ആയിട്ട് മാറും. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തതിന് ശേഷം, ഇത് രണ്ടായിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് ഞാൻ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാം. എറർ ഒന്നും കാണിക്കില്ല, കാരണം നമ്മൾ വരച്ചു കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എറർ കാണിക്കില്ല. പക്ഷേ നമ്മുടെ പ്രൊജക്ട് എന്താ, സിംഗിൾ ഫാമിലി ആയിട്ട് പോലും നമ്മൾ ഡ്വെല്ലായിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെയായി മാറും. അതുകൊണ്ട് ഇപ്പൊ ഇതിലാണെങ്കിലും ഇപ്പൊ ഇത് സ്ക്രൂട്ടിനി പാസ്സായി കഴിഞ്ഞാൽ സ്ക്രൂട്ടിനി പാസ്സാവും. സ്ക്രൂട്ടിനി പാസ്സാവുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. പക്ഷെ ഒക്യുപ്പൻസി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡ്വെൽ ഫാമിലി ആയിട്ടാണ്. സ്ക്രൂട്ടിനി പാസ്സായി, സ്ക്രൂട്ടിനി റിപ്പോർട്ട് ഞാൻ നോക്കുകയാണ്, നമ്മൾ നേരത്തെ എടുത്തതിന്റെ സെയിം തന്നെയാണ്. പക്ഷെ അത് എടുക്കുന്ന സമയത്ത് പ്രൊപ്പോസ്ഡ് ഏരിയ ആൻഡ് ഒക്യുപ്പൻസി എന്നുള്ളത് ഡ്വെൽ സിംഗിൾ ഫാമിലി യൂണിറ്റ് എന്നുള്ള രീതിയിലായി. 2 കിച്ചൺ മാർക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, കിച്ചൺ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു 2 ഫാമിലി ഉണ്ടെങ്കിൽ മാത്രം, ഇത് 2 ബിൽഡിംഗ് ആയിട്ട് അല്ലെങ്കിൽ 2 ഫാമിലിക്ക് താമസിക്കാനുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. കിച്ചണും വർക്ക് ഏരിയയും ഒറ്റ ലെയറിലാണ് വരയ്ക്കേണ്ടത്. ഇതുപോലെ 2 ലെയറിൽ വരയ്ക്കരുത്. എപ്പോഴും നേരത്തെ കാണിച്ചു തന്ന പോലെ, നേരത്തെ വരച്ച പോലെ തന്നെ ഒറ്റ ഒരു ഇതായിട്ട് വരച്ചാൽ മതി. ഇതാണ് ശരിയായ രീതി. ഇനി നമുക്ക് മൂന്നാമത്തെ എററിനെ പറ്റിയിട്ട് പറയാം. അതായത് മൂന്നാമത് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച ഒരു എററാണ്. എല്ലാവർക്കും ഒരു മെസ്സേജ്, അതായത് ഇങ്ങനൊരു മെസ്സേജ്, ട്രീസ് ആർ നോട്ട് ഡിഫൈൻഡ് ഇൻ ദ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ട്രീസ് ആർ നോട്ട് ഡിഫൈൻഡ് ഇൻ ദ പ്ലാൻ എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തീർക്കാവുന്ന ഒരു എററാണ്. ഒന്നും ചെയ്യണ്ട. അതായത് നമ്മുടെ ലെയർ മെട്രിക്സിൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ലെയർ മെട്രിക്സ് അല്ല, ജനറൽ ലെയർ മെട്രിക്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ജനറൽ ലെയർ മെട്രിക്സിൽ സൈറ്റ് പ്ലാനിന്റെ അകത്ത് സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കാണാം. സൈറ്റ് പ്ലാനിന്റെ അകത്ത് ഇവിടെ ഒന്ന് നോക്കണം. ഇത് കഴിഞ്ഞ്, അതായത് കളേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്ത് ഇതിന്റെ കാര്യമൊക്കെ പറഞ്ഞ് താഴത്തേക്ക് വരുമ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റോഡ് വൈഡനിങ്ങിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഏരിയ ഓഫ് എക്സിസ്റ്റിംഗ് ആക്സസ് ബിൽഡിങ്ങിന്റെ ഒക്കെ തൊട്ട് താഴെയായിട്ട് ഏരിയ അർബൻ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഉണ്ട്. ഈ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നേരത്തെ വന്ന ആ ട്രീസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളത് എറർ സോൾവ് ആവും. ഓക്കെ, അപ്പൊ ആദ്യം ഇതെന്താണ് റൂൾ എന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക്. അതായത് അർബൻ ഫോറസ്ട്രിയുടെ ഒരു റൂൾ ഉണ്ട്. നമ്മുടെ റൂൾ നമ്പർ 76(3) KPBR-ലും KMBR-ലും ഒക്കെ പറയുന്നത് 76(3) അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് എല്ലാ ഓണേഴ്സും നമ്മുടെ ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലാത്ത എല്ലാ പ്രൊപ്പോസൽ വെക്കുന്ന സമയത്തും മരങ്ങൾ നടാനുള്ള ഒരു പ്രൊവിഷൻ കാണിക്കണം അവിടെ. അതായത് ട്രീ പ്ലാന്റിംഗ് ഓഫ് ട്രീന് വേണ്ടിയിട്ട് ഒരു സ്പേസ് അവിടെ കാണിക്കണം. അത് എന്തിന്റെ ബേസിസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ 450 സ്ക്വയർ മീറ്റർ ഓഫ് പ്ലോട്ടിന് ഒരു മരം എന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 450 മീറ്റർ സ്ക്വയർ ഓഫ് പ്ലോട്ടിന് ഒരു മരം എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 11 സെന്റ് വരും. സെന്റിന്റെ കണക്ക് പറയുകയാണെങ്കിൽ 11 സെന്റോളം വരുന്ന ഒരു ഇതിന് ഒരു മരം എന്ന രീതിയിൽ കാണിക്കണം. അപ്പൊ ഒരു ഏക്കർ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 10 എണ്ണം മിനിമം 10 ട്രീക്കുള്ള ഒരു സ്പേസ് കാണിക്കണം. അതിനി കാണിക്കേണ്ടത് എങ്ങനെയാണ്? സ്പേസ് ഓഫ് മിനിമം 1 മീറ്റർ ബൈ 1.5 മീറ്റർ ഹാസ് ടു ബി പ്രൊവൈഡഡ് ഫോർ പ്ലാന്റിംഗ് ട്രീസ്. 1 മീറ്റർ ബൈ 1.5 മീറ്ററിന്റെ ഒരു റെക്ടാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് കാണിക്കാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് പാർക്കിംഗ് വേണ്ടി വരും. ഇപ്പൊ വലിയൊരു ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. അവിടെ പാർക്കിങ്ങും റാമ്പും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടാതെ ഈ മരത്തിനുള്ള സ്പേസ് കൂടി നമ്മൾ കാണണം. 1 മീറ്റർ ബൈ 1.5ന്റെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് മാർക്കിംഗ് കൂടി ഞാൻ ഈ ഒരു
പ്രൊജക്റ്റിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ജസ്റ്റ് 1/1.5 ആണ്. അപ്പൊ ജസ്റ്റ് ഡയമെൻഷൻ അടിക്കുക. 1/1.5 എന്നുള്ള ഒരു ഇതിൽ റെക്റ്റാങ്കിൾ വരച്ചു. ഒരു പോളിലൈൻ ആയിട്ടാണ് നമുക്ക് ക്ലോസ്ഡ് പോളി ആയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ വീണ്ടും ലെയർ മെട്രിക്സിൽ പോകുന്നു. ഞാനിവിടെ ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ ബൈ 1.5 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ലെയർ മാച്ച് ചെയ്യാൻ വേണ്ടി MA എൻ്റർ അടിക്കുന്നു. ഈ ഒരു ലെയർ മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് പോയിട്ട് ഇതിന് ആ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ വന്നിട്ടുണ്ടാവും. നമ്മുടെ പ്ലോട്ടിന്റെ ഏരിയക്ക് അനുസരിച്ചിട്ടാണ് ഇത് എത്ര എണ്ണം വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഒരു 4 എണ്ണം വേണമെങ്കിൽ, അതായത് ഒരു 20 അല്ലെങ്കിൽ 25 സെന്റ് സ്ഥലമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ട്രീയുടെ ലൊക്കേഷൻസ് മാർക്ക് ചെയ്ത് കാണിക്കണം. ഇത് ചെയ്യേണ്ടത് സൈറ്റ് പ്ലാനിലാണ്. ഞാനിപ്പോ വരച്ചത് സർവീസ് പ്ലാനിലാണ് എടുത്ത് വരച്ചത്. ജസ്റ്റ് നമുക്കിത് സൈറ്റ് പ്ലാനിൽ ആ മരത്തിന്റെ ലൊക്കേഷൻസ് കൃത്യമായിട്ട് ഈ ഒരു ഡയമെൻഷനിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഈ ഒരു ട്രീസ് ആർ നോട്ട് ഡിഫൈൻഡ് ഇൻ ദ പ്ലാൻ എന്നുള്ള എററും മാറിക്കിട്ടും. ഇന്നിപ്പോ നമ്മൾ 3 എറേഴ്സിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വീഡിയോസിലും ഓരോരോ എററുകൾ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ അറിയാത്ത ഓരോരോ കാര്യങ്ങൾ, എല്ലാവർക്കും സംശയമുള്ള പല കാര്യങ്ങളുണ്ട്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എനിക്ക് തോന്നി പലരും എടുക്കുന്ന രീതി കൺഫ്യൂഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഒരു ഇതായിട്ട് എടുത്ത് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ട്രീസ് എങ്ങനെയാ, എത്ര എണ്ണം കൊടുക്കണം, ഇതെന്താണ്, ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇതുപോലെയുള്ള കുറേ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. അതുകൂടാതെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത്, അത് ലൈസൻസുകൾക്കുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ നമുക്ക് ഡൗട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് തീർക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അടുത്തൊരു നല്ലൊരു ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.